കേരളത്തെ ഞെട്ടിച്ച കൊലപാതക കേസിലെ ആ പ്രതിയുടെ ഉമ്മ ഇപ്പോൾ ആരോഗ്യം വീണ്ടെടുത്ത് സംരക്ഷണ കേന്ദ്രത്തിലേക്ക് ആ സ്ത്രീയെ മാറ്റിയിട്ടുണ്ട്. അവിടെ എത്തി പോലീസ് മൊഴിയെടുത്തപ്പോഴാണ് വീണ്ടും നമ്മെ ഞെട്ടിക്കുന്ന പല വിവരങ്ങൾ പുറത്തു വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, മുൻപ് എന്ത് മൊഴി നൽകിയോ അതിൽ തന്നെയാണ് അഫ്ഫാൻ്റെ അമ്മ ഉറച്ചു നിൽക്കുന്നത്. അഫ്ഫാൻ എന്നെ ഒന്നും ചെയ്തിട്ടില്ല, അവന് മറ്റുള്ളവരെ ഉപദ്രവിക്കാനും കഴിയില്ലെന്നാണ് ഈ അവസാന ഘട്ടത്തിലും ഉമ്മ പറയുന്നത്. എന്തു തോന്നുന്നു? ഇത് വളരെ എന്താ പറയുക, നമുക്ക് കേട്ട് കഴിഞ്ഞാൽ പോലെ അഫ്ഫാൻ എന്തുകൊണ്ട് ഇങ്ങനെ ആയി എന്നുള്ളതിൻ്റെ ഉത്തരം ആ ഉമ്മ തന്നെയാണ്. അതാണ് ആദ്യത്തെ ഇതായിട്ട് പറയാനുള്ളത് അല്ലേ. ആലോചിച്ച് മകൻ ഏറ്റവും നിഷ്ഠൂരമായിട്ടുള്ള കൊടും ക്രൈം ചെയ്തിട്ട് അവരുടെ മറ്റൊരു മകനെ ഇഞ്ചിഞ്ചായിട്ട് അല്ലേ ഇതിൽ കൊന്നിട്ടുണ്ട്. എന്നിട്ട് അവർ എന്താ പറയുക, മകൻ ചെയ്ത തെറ്റിനെ കുറിച്ച് അവർ ന്യായീകരിക്കും എന്നുള്ളതാണ് ആലോചിച്ച് നോക്കണം. ഇത് ടോക്സിക് പാരൻറ്റിങ്ങിൻ്റെ വലിയൊരു സംഭവമാണ് അല്ലേ. ഇത് ടോക്സിസിറ്റി, അതായത് മക്കളെ എങ്ങനെ മോശത്തിൽ അവസ്ഥയിലേക്ക് നയിക്കാം. അതിൽ തന്നെ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഈ അമ്മയുടെ അവരൊരു ക്യാൻസർ സർവൈവർ എന്നൊക്കെയാണ് ആദ്യം വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. വളരെയധികം സിമ്പതി തോന്നിയിട്ടുണ്ടായിരുന്നു അമ്മ. പക്ഷെ ഒന്ന് ആലോചിക്കണം, പറയുന്നത് മകൻ അങ്ങനെ കൊലപാതകങ്ങൾ നടത്താൻ കഴിയില്ല. അപ്പോൾ പിന്നെ ആര് ചെയ്തു? അതൊരു ക്വസ്റ്റ്യൻ അല്ലേ. ഈ പുത്രസ്നേഹം കാരണം കണ്ണടച്ച് നമ്മളൊന്നും കാണാതിരുന്നതാണ് നമ്മൾ ധർമ്മയുദ്ധത്തിൻ്റെ കാര്യം തന്നെ അല്ലേ. പുത്രസ്നേഹം കാരണം ദുര്യോധനനും കൂട്ടരും ചെയ്യുന്നതൊന്നും എന്താ പറയുക, അതൊന്നും തെറ്റാണെന്ന് വിമർശിക്കാൻ ധൈര്യമില്ലാത്തത് നമ്മുടെ ധർമ്മയുദ്ധത്തിൽ തന്നെ അതിൻ്റെ കാരണം തന്നെ അതാണ്. അച്ഛൻ്റെ അന്ധമായിട്ടുള്ള പുത്ര സ്നേഹം അല്ലേ. ഇതിവിടെ പകരം അമ്മയാണെന്നേ ഉള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവർ കാണിച്ച ഈ ഒരു മൊഴി തന്നെ ഭയങ്കര ഇതാണ്. മറ്റൊരു അമ്മയ്ക്കും അച്ഛനും അവരുടെ മകളെ നഷ്ടപ്പെട്ടേക്കാണ്. അഫ്ഫാനെ സ്നേഹിച്ചു എന്നുള്ള ഒരൊറ്റ കുറ്റം കൊണ്ടാണ് ആ പെൺകുട്ടിയെ വിളിച്ചു വരുത്തി അല്ലേ കൊന്നിട്ട്. അത് ഏറ്റവും ബ്രൂട്ടലി, കൊലപാതകം എന്നല്ല, ആ ഒരു കൊലപാതകത്തിൻ്റെ രീതി നോക്കൂ, ഭയങ്കര ബ്രൂട്ടലിയാണ്. അവൻ പ്ലാൻ ചെയ്തിട്ട് ഇവരെ മൃതപ്രായമാക്കി അവിടെ ഇട്ടിട്ട് അവൻ്റെ മൊഴിയിൽ മരിച്ചു എന്നാണ്. പിന്നെ തെളിവുകളുണ്ട്. ഉമ്മുമ്മയുടെ അടുത്ത് ബൈക്കിൽ പോയി, കാരണം വേറെ ഈ കൊലയ്ക്കൊന്നും വേറൊരാളുമില്ല. കാരണം കടമുണ്ടെന്നുള്ള സത്യമാണ്. ബന്ധുക്കൾ അടിച്ചു കൊല്ലം എല്ലാം അഫ്ഫാൻ തന്നെയാണ് പോലീസ് സ്റ്റേഷനിൽ പോയതും. ഈ അഫ്ഫാൻ എന്ന് പറയുമ്പോൾ തന്നെ കുറച്ചൊരു ആദ്യമേ കള്ളത്തരം പറയുന്നുണ്ടല്ലേ, എന്താ എലി വിഷം കഴിച്ചു എന്നൊക്കെ പറഞ്ഞു, പിന്നെ നാടകം. അപ്പം എനിക്ക് തോന്നുന്നത് ഇതിനിപ്പോൾ അമ്മയും മകനുമായിട്ടുള്ള കളിയാണോന്ന് വരെ സംശയിക്കേണ്ടിയിരിക്കുന്നു. അമ്മ പറയുന്നത് മകൻ ആക്രമിച്ചിട്ടില്ല, കട്ടിലിൽ നിന്ന് വീണ് തലയ്ക്ക് പരിക്കേറ്റു. അല്ല, അതാണ് മകനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന അവസാനത്തെ ശ്രമം 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുവാണ്. അപ്പോൾ ബാക്കി കൊലപാതകങ്ങൾ ഉമ്മ ഇറങ്ങുന്നു, അടുത്ത അച്ഛൻ്റെ സഹോദരനെയും ഭാര്യനെയും കൊന്നു. അപ്പോൾ ഇതിനൊക്കെ തെളിവുണ്ടല്ലോ, CCTV ദൃശ്യങ്ങളുണ്ടല്ലോ, ഇവൻ പോണതും കൊല്ലണതിൻ്റെ അല്ല പോകുന്നതും എല്ലാം. അപ്പോൾ ഇവരാരെ പറ്റിക്കാനാണ്? പക്ഷേ ഇത് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മകൻ ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഈ ഉമ്മയ്ക്കാണ്. ഇപ്പോൾ പോലും അവർ ആ മകൻ ചെയ്യുന്ന തെറ്റുകൾ ഇത് തുടരുകയാണെങ്കിൽ അവരെയും പ്രതി ചേർക്കേണ്ടി വരും. ഇത് തീർച്ചയായിട്ടും. കാരണം എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് ഇതിൽ ഈ ഒരു കേസിൻ്റെ കാര്യത്തിൽ അച്ഛൻ പറഞ്ഞ കുറേ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, അദ്ദേഹം വന്നിട്ട് പറഞ്ഞ കാര്യങ്ങളുണ്ട്. അദ്ദേഹം പലതും അറിയുന്നില്ല എന്ന് പറയുന്നത്. മകനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഈ അമ്മ പറയും അവന് കുഴപ്പം, മീൻസ് ഇവർ പലതും ഹൈഡ് ചെയ്ത് വെക്കുമായിരുന്നു. ഈ മകൻ ഇങ്ങനൊരു അതായത് മകൻ്റെ ഒരു ക്രിമിനൽ വാസന ഉണ്ട് എന്ന് പോലും ഇവർക്ക് അറിയാമായിരുന്നിട്ട് ഇവർ സത്യം പറഞ്ഞാൽ ഇവർ എത്ര പേരെ കുരുതി കൊടുത്തൊരു അമ്മയാണെന്ന് ഇപ്പോൾ പറയേണ്ടി വരും അല്ലേ. ഇവരുടെ ഈ ഒരു സൈലൻസ് കൊണ്ട് ഇപ്പം മരിച്ച് അവരെ അങ്ങേ അറ്റം വരെ ഉപദ്രവിച്ചിട്ട് അവരുടെ തന്നെ ഗർഭപാത്രത്തിൽ നിന്ന് വന്ന സ്വന്തം രക്തത്തെ കൊന്നിട്ട് അമ്മ പറയാണ് അഫ്ഫാൻ ആരെയും ആക്രമിക്കാൻ കഴിയില്ല. ഭയങ്കര എന്താ പറയുക, അഫ്ഫാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുഖ്യ കാരണം അമ്മ തന്നെയാണെന്ന് പറയുന്നത്. അവരെ കടം അവർ തന്നെയാണ് മിക്കവാറും. ഇപ്പം ഇനി പറയണത് ഇങ്ങനെ ഇവർ ആവർത്തിക്കുകയാണെങ്കിൽ അവരെ പ്രതി ചേർക്കണം. ചിലപ്പോൾ അമ്മയും മകനും കൂടെ ചേർന്ന് നടത്തിയ നാടകമായിക്കൂടെ ഇനി അങ്ങനെയാണെങ്കിൽ, അങ്ങനെ സംശയിക്കാൻ പറ്റും. തുടക്കത്തിൽ തന്നെ ഈ ഉമ്മയ്ക്ക് 65 ലക്ഷത്തിൻ്റെ കടമുണ്ടായിരുന്നു എന്ന വിവരങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോഴും സാധാരണക്കാർ പലരും സംശയിച്ചാണ്, ഇതൊരു സാധാരണക്കാരായ ഒരു വീട്ടമ്മയ്ക്ക് എന്താണ് ഇത്രയും വലിയ കടം? ചോദ്യങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഇതിൽ ശ്രീജിത്തെ വേറെ കുറേ കാര്യങ്ങൾ കൂടെ ഉണ്ട് കേട്ടോ. ഇവൻ കൊന്ന രീതിയുണ്ട്. അപ്പോൾ ആദ്യം തുടക്കത്തിലൊക്കെ നമ്മൾ ആ വാർത്ത വന്നപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. കടം വന്നിട്ട് സങ്കടം തോന്നി ഒരു പയ്യൻ ചെയ്തതെന്നുള്ള രീതിയിലായിരുന്നു നമുക്കൊക്കെ വിഷമം. അമ്മേനെയൊക്കെ കൊന്നു, അതും അവരൊരു ക്യാൻസർ സർവൈവറാണ്, വൃദ്ധപ്രായമായി കിടക്കുവാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര വിഷമം തോന്നി. പക്ഷേ കൂടുതൽ വാർത്തകൾ നമ്മൾ നോക്കുമ്പോൾ അവൻ കൊന്നൊരു രീതിയുണ്ട്. അതൊക്കെ നമ്മൾ വളരെയധികം മീഡിയാസൊന്നും അവിടെ വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ഇങ്ങനെയൊക്കെ കൊല്ലാൻ ഒരു 20-23 വയസ്സുള്ളവന് അത്രയ്ക്ക് ധൈര്യം, കയറുളർപ്പ്, അത് എവിടെ നിന്ന് വരുന്നു? ഇപ്പോൾ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ തന്നെ, 1-2 പേരെ കൊന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് സാധാരണ ഒരു മാനസികാവസ്ഥയുള്ള ഒരു വ്യക്തിക്കാണെങ്കിൽ, അത് ഏറ്റവും പ്രിയപ്പെട്ടവരെയാണ് കൊന്നേക്കണത്, അല്ലെങ്കിൽ ഉപദ്രവിച്ച് രക്തത്തിൽ ഇതാക്കിയിട്ട് പോകണം. നമുക്ക് സാധാരണ ഒരു മാനസികാവസ്ഥയുള്ള മനുഷ്യർക്കാണെങ്കിൽ പിന്നീട് അടുത്തത് പശ്ചാത്താപം വരുമല്ലേ. ഇവൻ ആ ഒരു സുഹൃത്ത് പറഞ്ഞു വെച്ച് നോക്കണമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോണതിന് മുമ്പ് പറഞ്ഞ അവൻ്റെ രീതികളുണ്ട്. ഒന്നുകിൽ ഇവനൊക്കെ
ഇനി അറ്റത്ത് എന്താ പറയുക കൊല്ലാനുള്ള ഒരു ട്രെയിനിങ് ഒക്കെ ഇവിടെ കിട്ടിയിരിക്കുന്നു എന്ന് നമ്മൾ ഒരു കൊലപാതകത്തിൽ നിന്ന് അടുത്ത അത് ചുറ്റിക വെച്ചിട്ട് തല മൃഗീയമായിട്ട് ഒച്ച ഇങ്ങനെ ആ ഒരു രീതി പഠിച്ചിരിക്കുന്നു. ചുറ്റിക ഓൺലൈൻ വഴി വാങ്ങാനുള്ള ചെയ്തു എന്നല്ലേ പറഞ്ഞേക്കണേ. അപ്പോൾ കൊന്നിരിക്കുന്നൊരു രീതി നോക്കുമ്പോൾ തന്നെ ഇവർക്കൊക്കെ എന്തോ ഒരു പ്രത്യേക രീതിയിലുള്ള പരിശീലനം കിട്ടിയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ആ രീതി കാരണം ഒരു കോമൺ ആയിട്ടുള്ള മനുഷ്യന്മാർക്കൊന്നും നമുക്ക് കൊല്ലാൻ പറ്റില്ല. ഒരു കോഴിയെ കൊല്ലണം കണ്ടു കഴിഞ്ഞാൽ ആ സ്ഥലത്തുനിന്ന് ഓടി മറന്ന മനുഷ്യന്മാരുണ്ട്. നമുക്ക് രക്തം കണ്ടു കഴിഞ്ഞാൽ തലയിറങ്ങി. ഇവിടെ അതും അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെയാണ് കൊന്നേക്കണേ. അവനെ വിശ്വസിച്ച് വന്ന കാമുകി, ഉമ്മുമ്മ, വയസ്സായവരെ ഒരു 90 വയസ്സ് വരെ ഉമ്മുമ്മേനെ, അച്ഛൻ്റെ, ഇതെല്ലാം എന്താണ് കടം അല്ലെങ്കിൽ പൈസ ചോദിച്ചതിൻ്റെ പറയണൊരു ലോജിക്ക് പോലും തോന്നാത്ത ക്രൈമായി പോയത്. കാരണം ഞാൻ ഈ കൂട്ടക്കൊലപാതകം എന്ന് പറയുമ്പോൾ നമ്മൾ നന്തൻകോട് ക്രൈം നമ്മുടെ നെയ്ബറാണ്. അത് അതിൻ്റെ ഒരു പകച്ചിലുണ്ട്. പക്ഷെ അവിടെ നമുക്കറിയാം ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞ സംഭവമാണെന്നൊക്കെ കേഡൽ പറയുന്നുണ്ട്. അവിടെയും അന്വേഷണം ഒരു ഘട്ടത്തിൽ നിന്ന് വേറൊരു ഘട്ടത്തിലേക്കൊന്നും പോയിട്ടൊന്നുമില്ല. പക്ഷെ അമ്മയെ കൊന്നു, സഹോദരിയെ കൊന്നു, അമ്മയുടെ ഞങ്ങൾക്ക് അറിയാവുന്ന തൊട്ടടുത്താണ്. ഈ നാം എന്തെല്ലാം പറയുമ്പോഴും പുതിയ കാലത്ത് ലഹരിയെക്കുറിച്ച് പറയുമ്പോഴും ഈ രക്ഷിതാക്കൾക്കും ഒരു പങ്കില്ല. ഈ കുട്ടികളെ അമിതമായി പണം ചോദിക്കുമ്പോൾ നൽകുക, അവർക്ക് പരമാവധി സ്നേഹം കൊടുക്കുക, അവർ എന്താവശ്യപ്പെട്ടാലും തെറ്റോ ശരിയോ എന്ന് നോക്കാതെ അത് വാങ്ങി നൽകുക. അല്ല, അവിടെ നമ്മൾ പറയണല്ലോ, നമ്മളിപ്പോൾ ഈ ഒരു ലഹരിയായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ പറയുന്നുണ്ട് 2K കിഡ്സിനെ നമ്മൾ ഭയങ്കരമായിട്ട്. ഈ 2K കിഡ്സ് പെട്ടെന്ന് പൊട്ടിമുളച്ച ആൾക്കാരൊന്നും അല്ല. ഈ 2K കിഡ്സിൻ്റെ അപ്ബ്രിങ്ങിങ് ആരായിരുന്നു? 90 കിഡ്സ് അല്ലെങ്കിൽ 80 കിഡ്സിലെ ആൾക്കാരാണ്. അപ്പോൾ ഞാൻ അമ്മയാണ്. അപ്പോൾ എൻ്റെ കുട്ടി വഴിതെറ്റി പോകുന്നുണ്ടെങ്കിൽ എൻ്റെ അപ്ബ്രിങ്ങിങ് അത്ര ഞാൻ നേരെയായിട്ടുള്ള കുറേ പാഠങ്ങൾ കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ മൂല്യബോധം കൊടുത്തിട്ടില്ല. അവിടെ എനിക്ക് ചെയ്യേണ്ടതായ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ ചെയ്യാണ്ടിരുന്ന് പ്രശ്നം വന്നു കഴിയുമ്പോൾ നമ്മൾ ആ ഒരു ജനറേഷനെ മൊത്തം നമ്മൾ പറയുന്നുണ്ട് 2K കിഡ്സ് മുഴുവൻ പ്രശ്നക്കാരാണ്. പക്ഷെ അവർക്ക് ആ ഒരു പ്രോപ്പർ അപ്ബ്രിങ്ങിങ് കൊടുക്കേണ്ടിരുന്നത് ആരാണ്? 80s 90s മാതാപിതാക്കളായിട്ടുള്ള നമ്മളായിരുന്നു, അല്ലെങ്കിൽ 70കളിലുള്ള മാതാപിതാക്കളായിരുന്നു. അവിടെ നിന്ന് വന്ന 70കളുടെ കിഡ്സ് അല്ലെങ്കിൽ 80കളുടെ കിഡ്സ് ആണല്ലോ പിന്നീട് അച്ഛനമ്മയൊക്കെ ഈ കുട്ടികൾക്ക് ജന്മം കൊടുത്തത്. അപ്പോൾ നമ്മുടെ ശരിയായിരുന്നു നമ്മുടെ അപ്ബ്രിങ്ങിങ്. അപ്പോൾ നമ്മൾക്ക് അവരെ ശ്രദ്ധിക്കാൻ സമയം ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ അന്ധമായിട്ട്, കാരണം എനിക്ക് തോന്നിയിട്ടുണ്ട്, ഇപ്പോൾ എൻ്റെ അമ്മൂമ്മയുടെ ഒക്കെ സമയത്ത് 7 മക്കളാണ്. അത് കഴിഞ്ഞ് എൻ്റെ ഒരു ജനറേഷൻ വന്നപ്പോൾ ഞാൻ ഒറ്റക്കുട്ടിയായി. അപ്പം നല്ല സ്നേഹം തന്നിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും കുടുംബത്തിൽ നിന്ന് എന്തൊക്കെ ഡൂസ് ആൻഡ് ഡോൺസ് നമ്മുടെ കൊച്ചിലേ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടായിരുന്നു. ഈ നമ്മുടെ വീടുകളിൽ നിന്ന് ഒരു 2000 കൂടി തന്നെ കുറേ കാര്യങ്ങൾ, നല്ല മൂല്യബോധമുണ്ടായിരുന്നു നമുക്കൊക്കെ. അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന, ഈശ്വര ചിന്ത, ചെയ്യേണ്ടത് കാര്യങ്ങൾ, മുതിർന്നവരെ ബഹുമാനിക്കുക, ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ശീലിച്ച് വന്ന തലമുറയായിരുന്നു നമ്മുടേത്. അത് കഴിഞ്ഞ് പിന്നീട് നമ്മളൊക്കെ ഒരു മോഡേണിസത്തിലേക്കൊക്കെ ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് തന്നെ തോന്നി ഒരു കൂടുതൽ പാശ്ചാത്യവൽക്കരണം. അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ അവരത് ചെയ്യുന്നില്ല. അപ്പോൾ സന്ധ്യാദീപം സ്കിപ്പ്, പിന്നീട് സീരിയൽ യുഗത്തിലേക്ക് പോയി. വീടിൻ്റെ അകത്ത് TV വന്ന് TV അപ്പോൾ ആ ഒരു അരമണിക്കൂർ പ്രാർത്ഥിക്കാനൊന്നും വയ്യ. അങ്ങനെയായി. നമ്മൾ അവരെ പാശ്ചാത്യവൽക്കരണം നമ്മൾ കൂടുതൽ അതിലേക്ക് നമ്മുടെ മൈൻഡിൽ ഇതാക്കി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഈ പാരൻറ്റിങ്. വടിയെടുക്കാൻ പാടില്ല, അധ്യാപകൻ വടിയെടുത്തു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അതിൻ്റെ ഒക്കെ ഇപ്പോൾ കാണുന്നുണ്ട്. ഹൈക്കോടതി വരെ ഇപ്പം തീരുമാനം മാറ്റേണ്ടി വരുന്നുണ്ടല്ലേ. അതുപോലെ തന്നെ എന്ത് കാര്യങ്ങൾക്കും. ഇത് ഇന്നലെ കണ്ടു, പോലീസുകാരനെ ഇപ്പം ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ കുത്തുവാണ് ക്രൈംസ്. കാരണം അതെന്താണ്, പോലീസിനും ഒരു പരിധി കൂടുതൽ ഇടപെടാൻ പറ്റാത്തൊരു അവസ്ഥയാക്കുന്നുണ്ട്. ഇതെന്താണ്, എല്ലാം ഇതെങ്ങനെയാണ്. ഈ സൊസൈറ്റി ഒരു മാറ്റം എന്ന് പറഞ്ഞു വരുമ്പോൾ കുറേ നമുക്ക് റെസ്ട്രിക്ഷൻസ് ഒക്കെ വെക്കുന്നു. ആ റെസ്ട്രിക്ഷൻസ് വെക്കുമ്പോൾ നമ്മുടെ നഷ്ടമായി പോകുന്ന കുറേ നല്ല കാര്യങ്ങളാണ്, മൂല്യബോധമാണ്. ഈ അഫാൻ്റെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അഫാൻ്റെ എന്ന് പറയുമ്പോൾ ബാഡ് അപ്ബ്രിങ്ങിങ് ആണ്. അച്ഛൻ വിദേശത്ത് പോയി കിടന്ന് കഷ്ടപ്പെട്ട്, ഇപ്പോൾ വിദേശത്തുള്ളൊരു കുറ്റമല്ല, അങ്ങനെ അവിടെ കഷ്ടപ്പെടുന്ന വിയർപ്പിൽ നിന്നും അമ്മേനെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. ഈ സ്ത്രീ സുഖലോലുപതയോടുകൂടി മക്കളെ ലാവിഷായിട്ട് വളർത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കൺട്രോൾ ചെയ്യാതെ വളർത്തി, കടം വാങ്ങി. ഈ കടം എന്ന് പറഞ്ഞൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയൽവക്കക്കാർ അല്ലെങ്കിൽ ബന്ധുക്കൾ കടം കൊടുത്തില്ല എന്ന് പറയുമ്പോൾ കുറേ കൊടുക്കാതെ കഴിയുമ്പോൾ പകയാവുകയാണ് അല്ലേ. പൈസ തിരിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പോൾ പകയാവുന്നു, കൊല്ലുന്നു. എന്താണ് ഇവിടെ ഞാൻ 100% ഉറപ്പിച്ച് പറയുന്നു, അഫാൻ ഇങ്ങനെ ആയതിൻ്റെ പിന്നിൽ ഇപ്പം ഇവരുടെ ഈ മൊഴിയും കൂടെ കേട്ടപ്പം 100% അഫാൻ അങ്ങനെ ആക്കിയത് അവരുടെ ഉമ്മയാണ്. അവരുടെ വളർത്തു രീതി ശരിയല്ല. ആ രീതി, അവന് കിട്ടിയ ശിക്ഷണം ഒന്നും ശരിയല്ലാത്തത് കൊണ്ട് അവനൊരു കൊടും ക്രിമിനലായി. അവൻ്റെ കുടുംബത്തിലുള്ളവരെ മാത്രമല്ല മറ്റൊരു അച്ഛൻ്റെയും അമ്മയുടെയും പ്രതീക്ഷയായിരുന്ന മകളെ കൂടെ തീർത്തു കഴിഞ്ഞു. അപ്പം ഇനിയും ഇവർ വീണ്ടും മൊഴി ആവർത്തിക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ അവരെ കൂടെ പ്രതി ചേർക്കണം എന്നേ പറയാനുള്ളൂ. അല്ലാതെ എൻ്റെ മകനൊന്നും ചെയ്യില്ല. ഇത്രയും ഏറ്റവും മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു ഇത് ചെയ്തിട്ട് പോലും അവരവരുടെ മകനെ ന്യായീകരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വല്ലാത്ത അമ്മ എന്ന് പറയേണ്ടി വരും അല്ലേ. അവർക്ക് തീരെ എന്താണെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ സംസാരിക്കേണ്ടത് ഇവിടെ ഈ ടോക്സിക് പാരൻറ്റിങ്ങിൻ്റെ ഏറ്റവും വളരെ മോശമായിട്ടുള്ള രീതിയാണ് നമ്മൾ സംസാരിക്കേണ്ടത്. അഫാൻ എന്ന് പറഞ്ഞൊരു കുട്ടി ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രൈമായിട്ടുള്ള കാരണം അഫാൻ്റെ ഉമ്മ തന്നെയാണ്. അത് ആദ്യം എന്നല്ല, ആദ്യത്തിൽ നിന്ന് മാറി ഇപ്പോഴും ഇവർ വീണ്ടും മകനെ രക്ഷിക്കാൻ മുന്നിൽ നിൽക്കുമ്പോൾ അത് പ്രസക്തമാകുന്നു. ഈ പുത്രസ്നേഹം കൊണ്ട് സമൂഹത്തിന് ഡിസാസ്റ്റർ ഉണ്ടാവുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു പുത്രൻ അല്ലെങ്കിൽ പുത്രി ഇല്ല എന്ന് വിചാരിക്കണയാണ് സത്യം പറഞ്ഞാൽ പാരൻറ്റിങ് എന്ന് പറയുന്നത്.
അല്ലാതെ സമൂഹത്തെ മൊത്തം കൊല്ലാൻ വേണ്ടിയിട്ട് എൻ്റെ കുഞ്ഞിനോടുള്ള സ്നേഹം. സ്വന്തം മറ്റൊരു മകൻ നഷ്ടമായിരിക്കുന്ന ഒരു അവസ്ഥയും കൂടെ ഉണ്ട്. ഇങ്ങനെ ഒരു മകളെ അമ്മയെ നമ്മൾ കണ്ടിരുന്നു, നിമിഷപ്രിയയുടെ അമ്മ അല്ലേ, ഇതുപോലെ ആയിരുന്നു. ഒരു തീവ്രവാദി ആട് വയ്ക്കാനൊക്കെ പോയിട്ട് മൊത്തം സമൂഹത്തിന് എന്താണ് സിറിയയിൽ പോയി കഴിഞ്ഞപ്പം എൻ്റെ മകളെ കൊണ്ടുവരുന്നു. ഞാനൊന്ന് ശക്തമായിട്ട് എഴുതി, അതെന്ത് മകളുടെ സ്നേഹം കൊണ്ട്. അവർ നല്ലൊരു അമ്മ ആയിരുന്നെങ്കിൽ മകൾ ഇങ്ങനെ പോകുമ്പോൾ അന്നേ കൺട്രോൾ ചെയ്യണമായിരുന്നു. ഇനി മകൾ ട്രാപ്പിലായി, അങ്ങനെ ഒരു മകൾ മറന്നേക്കും. അവിടെ സ്നേഹമല്ല വേണ്ടത്, കാരണം ഒരു സമൂഹത്തെ മൊത്തം കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങിന് വേണ്ടി പോയവരാണ്. അതേ ഇത് തന്നെയാണ് ഇപ്പോൾ അഫാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അഫാനൊക്കെ എന്ന് പറയുമ്പം മൈൻഡ് സെറ്റ് വെച്ചിട്ട് നല്ല ഒന്നാം തരം തീവ്രവാദിയായി വരും. ആ ഷഹബാസിനെ കൊന്ന അതേ ടൈപ്പ് ഓഫ് മൈൻഡ് സെറ്റുള്ള പിള്ളേരൊക്കെയാണ് ഇതൊക്കെ. അപ്പോൾ ഇതിനെയൊന്നും പാരൻറ്റിങ് വെച്ച് നോക്കരുത്. ഒക്കെ എന്താ പറയുക, സമൂഹത്തിന് അങ്ങ് അറ്റത്തെ ശിക്ഷ കൊടുക്കുക എന്ന് മാത്രമേ പറയാൻ.